വാർത്തയാണ് സ്പോട്ട് ലൈവിനെ പരിശോധിക്കുന്നത്. RV രാമകൃഷ്ണനെ അധിക്ഷേപിച്ച കേസിൽ കലാമണ്ഡലം സത്യഭാമയ്ക്ക് ജാമ്യം. നെടുമങ്ങാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. VB വിനോദിലേക്ക്. വിനോദ്, ഏതെങ്കിലും ഉപാധികളോടെയാണോ കോടതി സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചത്? അപ്പം ഉപാധികളോടെയാണ് സത്യഭാമയ്ക്ക് ഇപ്പോൾ SST കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, പോലീസ് ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തണം, അതോടൊപ്പം തന്നെ സമാനമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത്. ഈ 3 ഉപാധികളോടെയാണ് സത്യഭാമയ്ക്ക് ജാമ്യം നൽകിയിരിക്കുന്നത്. നേരത്തെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ നൽകിയിരുന്നെങ്കിലും ഹൈക്കോടതി ആ അപേക്ഷ തള്ളുകയും SST കോടതിയിൽ സമീപിക്കാൻ നിർദ്ദേശിക്കുകയുമായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നെടുമങ്ങാട് കോടതിയെ സത്യഭാമ സമീപിച്ചതെന്ന് സത്യഭാമയ്ക്ക് വേണ്ടി അഡ്വക്കേറ്റ് ആളൂറാണ് ഹാജരായത്. പ്രധാനമായും അദ്ദേഹം ഉന്നയിച്ച വാദങ്ങൾ ഇതായിരുന്നു: 7 വർഷത്തിൽ താഴെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് FIR-ന്റെ ഭാഗമായി ചുമത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ജാമ്യം നൽകുന്നതിന് തടസ്സമില്ല, വിദേശത്തേക്ക് പോകില്ല, സാക്ഷികളെ സ്വാധീനിക്കില്ല, 65 വയസ്സുള്ള സ്ത്രീയാണ്, ആരെങ്കിലും പേരെടുത്ത് പറഞ്ഞുള്ള ഒരു അധിക്ഷേപമായിരുന്നില്ല. ഈ കാര്യങ്ങളൊക്കെയുമാണ് പ്രധാനമായും ആളൂർ വാദിച്ചത്. പ്രോസിക്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഈ ഉണ്ടായ വാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണഘടനയെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് എന്ന നിലയ്ക്കായിരുന്നു. രാമകൃഷ്ണന് വലിയ വേദന ഉണ്ടാക്കുന്ന പരാമർശങ്ങൾ സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഈ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്ത ഉപകരണങ്ങൾ കണ്ടെടുക്കേണ്ടതുണ്ടെന്ന വാദവും പ്രോസിക്യൂഷൻ ഉന്നയിച്ചു. എന്നാൽ ഈ കേസിലെ 2ഉം 3ഉം പ്രതികൾ ഇന്റർവ്യൂ റെക്കോർഡ് ചെയ്ത ആളുകളാണ്, ആ അഭിമുഖം നടത്തിയ ആളുകളാണ്. അവർക്ക് ഇതേ കോടതി നേരത്തെ ജാമ്യം നൽകിയിരുന്നു. അവരാണ് ഇന്റർവ്യൂ നടത്തിയത്. ഉപകരണങ്ങൾ കണ്ടെടുക്കേണ്ടത് അവരിൽ നിന്നാണ്. അക്കാര്യത്തിൽ സത്യഭാമയ്ക്ക് ഒരു പങ്കുമില്ല എന്ന നിലപാട് കൂടി പ്രതിഭാഗം ഉന്നയിച്ചു. ഏതായിരുന്നാലും ഈ വാദമുഖങ്ങൾ കേട്ട ശേഷമാണ് ഇപ്പോൾ ഉപാധികളോടെ സത്യഭാമയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇനി ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇനി ഏതെങ്കിലും രീതിയിലുള്ള നടപടി ഉണ്ടാകുമോ? അവരെ ചോദ്യം ചെയ്യുന്നത്, അത്തരം നടപടികളൊക്കെ ഇനി വൈകാനുള്ള സാധ്യതയായിരിക്കും. പ്രത്യേകിച്ചും ഈ കോടതിയിൽ നിന്നും സത്യഭാമയ്ക്ക് അനുകൂലമായ ഒരു വിധി വന്ന സാഹചര്യത്തിൽ ഈ വിഷയത്തെ ഇനി എങ്ങനെയാണ് കാണേണ്ടത്? ഈ കേസിന് ഇനി എങ്ങനെയാണ് കാണേണ്ടത് വിനോദ്? ടോം, ഇത് നമുക്ക് സത്യഭാമയ്ക്ക് അനുകൂലമായ ഒരു വിധി എന്ന് പറയാൻ കഴിയില്ല. മുൻകൂർ ജാമ്യാപേക്ഷയിൽ, അതായത് കസ്റ്റഡിയിൽ വെച്ചുള്ള ചോദ്യം ചെയ്യൽ, അതിന്റെ ആവശ്യകത ഇല്ല എന്ന പ്രതിഭാഗത്തിന്റെ നിലപാട് ആ ഒരു അംഗീകരിച്ചു എന്നത് മാത്രമാണ്. അതേസമയം ഇപ്പോൾ തുടരുന്ന അന്വേഷണമുണ്ട്, അതിൽ മറ്റു തടസ്സമില്ല. ഈ ഉപാധികളിൽ ഒന്ന് തന്നെ ഏറ്റവും കൃത്യമായി പറയുന്നത് അന്വേഷണ സംഘം ആവശ്യപ്പെടുമ്പോൾ അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് എത്തണം എന്നതാണ്. അത് ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ അന്വേഷണത്തിന് യാതൊരു തടസ്സവും ഉണ്ടാകരുത് എന്ന കാര്യം കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നു. സാക്ഷികളെ സ്വാധീനിക്കരുതെന്ന കാര്യം, സമാന കുറ്റകൃത്യത്തിൽ ഏർപ്പെടരുത് എന്ന നിർദ്ദേശം, ഈ 3 ഉപാധികൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കന്റോൺമെന്റ് പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കന്റോൺമെന്റ് പോലീസിന് ഇനി സത്യഭാമയെ വീട്ടിലെത്തി ചോദ്യം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നതിനോ തടസ്സമില്ല. അതിനുശേഷം കുറ്റപത്രം സമർപ്പിച്ച് പിന്നീട് ഇത് വിചാരണ ഘട്ടത്തിലേക്ക് പോകും. അവിടെ കോടതി കുറ്റവിമുക്തമാക്കിയാൽ മാത്രമേ സത്യഭാമയ്ക്ക് അനുകൂലമായി ഈ കേസിൽ ഒരു വിധി ഉണ്ടായി, തീർപ്പുണ്ടായി എന്ന് നമുക്ക് പറയാൻ കഴിയൂ. പക്ഷേ അതിന്റെ പ്രാരംഭ ഘട്ടത്തിലാണ്. ചോദ്യം ചെയ്യൽ പോലുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അതിന് കുറ്റപത്രം തയ്യാറായി ആ കുറ്റപത്രം കോടതിയിലെത്തി പിന്നീട് വിചാരണ പൂർത്തിയാകുന്ന ഘട്ടത്തിൽ മാത്രമേ പ്രതിക്ക് അനുകൂലമായോ അല്ലെങ്കിൽ പ്രതികൂലമായോ ഈ കേസിൽ വിധി വന്നു, അന്തിമ വിധി വന്നു എന്ന ഒരു നിരീക്ഷണത്തിലേക്കും നിഗമനത്തിലേക്കും വിലയിരുത്തലിലേക്കും ഒക്കെ നമുക്ക് പോകാൻ കഴിയൂ. വിനോദ്, ഇപ്പോഴും അവർ കോടതിയിൽ ഈ പ്രതിഭാഗം പറഞ്ഞത് ഒരു വ്യക്തിയെ അധിക്ഷേപിച്ചിട്ടില്ല തുടങ്ങിയ ന്യായങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഈ പറഞ്ഞത് തെറ്റായി പോയി എന്ന് സത്യഭാമ ഇപ്പോഴെങ്കിലും തുറന്നു പറയുന്നുണ്ടോ? നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഈ വിവാദമുണ്ടായ സമയത്ത്, ഈ വിവാദ ഇന്റർവ്യൂ ഇത് വലിയ ചർച്ചയാകുന്ന സമയത്ത് തന്നെ മാധ്യമപ്രവർത്തകർ സത്യഭാമയുടെ വീട്ടിലേക്ക് എത്തുകയും അവരുടെ നിലപാടിനെ കുറിച്ച് ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്തു. എന്നാൽ താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ് സത്യഭാമ ചെയ്തത്. മാത്രവുമല്ല, മാധ്യമപ്രവർത്തകരെ വിമർശിക്കുകയും ചെയ്തു. അതിനുശേഷം പക്ഷേ ഈ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള തിരുത്തിയോ അല്ലെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന വാദങ്ങൾ പറഞ്ഞുകൊണ്ടോ ഒരു പരാമർശം സത്യഭാമയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ഇന്ന് രാവിലെയും കോടതിയിൽ എത്തിയപ്പോൾ
മാധ്യമപ്രവർത്തകർ അവരോട് ഈ നിലപാടിന്റെ കാര്യം ചോദിച്ചു. പക്ഷെ ഒന്നും പറയാനില്ല എന്നായിരുന്നു മറുപടി. അതിനുശേഷമാണ് വിശദമായ വാദം കോടതി മുറിക്കുള്ളിൽ നടന്നത്. ആളൂരാണ് സത്യഭാമയുടെ അഭിഭാഷകൻ. അദ്ദേഹമാണ് ഈ വാദമുഖങ്ങൾ നിരത്തിയത്. സത്യഭാമ ഏതെങ്കിലും തരത്തിൽ തന്റെ കക്ഷി ഏതെങ്കിലും ഒരു തരത്തിൽ ഒരു വ്യക്തിയെ എടുത്തു പറഞ്ഞുള്ള ആക്ഷേപം നടത്തിയിട്ടില്ല എന്ന ഒരു കാര്യമാണ് ആളൂർ പ്രധാനമായും പറഞ്ഞത്. മാത്രവുമല്ല, കസ്റ്റഡി അപേക്ഷ എന്നതിനെ അദ്ദേഹം ഖണ്ഡിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് സാക്ഷികളെ സ്വാധീനിക്കുകയോ അല്ലെങ്കിൽ വിദേശത്തേക്ക് പോവുകയോ അങ്ങനെ ഒരു സാഹചര്യവുമില്ല. 65 വയസ്സുള്ള ഒരാളാണ്, തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആളാണ്. അന്വേഷണ സംഘത്തിന് ഏത് സമയവും ചോദ്യം ചെയ്യാം. ഇതുവരെയുള്ള അന്വേഷണത്തിന്റെ ഞാൻ എന്റെ തൊഴിലിന്റെ ഭാഗമായി ഇപ്പൊ സത്യഭാമ മാധ്യമങ്ങളെ കാണുകയാണ് തത്സമയ സംപ്രേഷണം. അതല്ല പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ഇനിയിപ്പോ കോടതി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങോട്ട് ട്രയൽ നടക്കുകയാണ്. കോടതി നെടുമങ്ങാട് SC/ST കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ച ശേഷം സത്യഭാമ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ഈ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് കോടതി കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന മറുപടി മാത്രമാണ് സത്യഭാമ നൽകിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.